ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സംസ്ഥാനത്തെ അന്തിമ വോട്ടർ പട്ടിക തയ്യാറായി. 2,77,49,159 വോട്ടർമാരാണ് ഈ അവസാന വോട്ടർ പട്ടികയിൽ സംസ്ഥാനത്ത് ആകെയുള്ളതെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചത്. ജനുവരി 22 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് 6,49,833 വോട്ടർമാരുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിൽ 2,01,417 പേരെ ഒഴിവാക്കിയിട്ടുമുണ്ട്. പട്ടികയിലുള്ള 18-19 പ്രായക്കാരിൽ കന്നി വോട്ടർമാർ 5,34,394 പേരാണ്. ആകെയുള്ള വോട്ടർമാരിൽ 1,43,33,499 പേരും സ്ത്രീകളും 1,34,15,293 പേർ പുരുഷന്മാരുമാണ്. സ്ത്രീ വോട്ടർമാരിൽ 3,36,770 പേരുടെയും പുരുഷ വോട്ടർമാരിൽ 3,13,005 പേരുടെയും വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഭിന്നലിംഗ വോട്ടർമാർ 367 പേരാണുള്ളത്. കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറമാണ്. 33,93,884 പേരാണ്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല വയനാടാണ്. 6,35,930 പേർ. കൂടുതൽ സ്ത്രീകൾ വോട്ടർമാരായുള്ള ജില്ല മലപ്പുറമാണ്. 16,97,132 പേരാണുള്ളത്. കൂടുതൽ ഭിന്നലിംഗ വോട്ടർമാരുള്ള ജില്ല തിരുവനന്തപുരവുമാണ്. 94 പേരാണ്. ആകെ പ്രവാസി വോട്ടർമാരുടെ എണ്ണം 89,839 പ്രവാസി വോട്ടർമാരാണ് ഉള്ളത്. ഏറ്റവും കൂടുതലുള്ളത് കോഴിക്കോട് ജില്ലയിലാണ്. 35,793 പേരാണ്. 80 വയസ്സിന് മുകളിൽ പ്രായമായവർ 6,27,045 വോട്ടർമാരുമുണ്ട്. അന്തിമ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാതെ പോയവർക്ക് മാർച്ച് 25 വരെ അപേക്ഷ സമർപ്പിക്കാൻ അവസരം നൽകിയിരുന്നു. വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിനുള്ള നടപടികളും നിരന്തരം സ്വീകരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി സ്പെഷ്യൽ സമ്മറി റിവിഷൻ കാലയളവിൽ സോഫ്റ്റ്വെയർ മുഖേന കണ്ടെത്തിയ സ്ഥലപരമായ സമാനതകളുള്ള എൻട്രികൾ, ഫോട്ടോ സമാനമായ എൻട്രികൾ എന്നിവ BLOമാർ വഴി പരിശോധന അധികമായ പട്ടിക ഉൾപ്പെടെയുള്ളവർ ഒഴിവാക്കിയിട്ടുണ്ട്. ജനുവരി 22 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടിക പരിശോധിക്കുന്നതിനായി സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും ബൂത്ത് ലെവൽ ഓഫീസർമാരുടെയും കൈവശം അന്തിമ വോട്ടർ പട്ടിക ലഭ്യമായിരിക്കുന്നു. സംസ്ഥാനത്തെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് താലൂക്ക് ഓഫീസുകളിൽ നിന്ന് വോട്ടർ പട്ടിക കൈപ്പറ്റാവുന്നതാണ്. അന്തിമ വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ള പരാതികളും ആക്ഷേപങ്ങളും പരിഹരിക്കാൻ മാർച്ച് 25 വരെ ലഭിച്ച വിവിധ അപേക്ഷകൾ പരിഗണിച്ചാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കുറ്റമറ്റ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനായി വിപുലമായ ശുദ്ധീകരണ പ്രക്രിയകളും പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സംസ്ഥാനത്ത് വ്യാപകമായി നടന്നിരുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ പറഞ്ഞു. ലോക്സഭാ മണ്ഡലങ്ങൾ തിരിച്ചുള്ള വോട്ടർമാരുടെ വിവരങ്ങൾ നോക്കാം. തിരുവനന്തപുരം 14,30,531, ആറ്റിങ്ങൽ 13,96,807, കൊല്ലം 13,26,648, പത്തനംതിട്ട 14,29,700, മാവേലിക്കര 13,31,880, ആലപ്പുഴ 14,83,000, കോട്ടയം 12,54,823, ഇടുക്കി 12,50,187, എറണാകുളം 13,24,047, ചാലക്കുടി 13,10,529, തൃശൂർ 14,83,055, ആലത്തൂർ 13,37,496, പാലക്കാട് 13,98,143, പൊന്നാനി 14,70,804, മലപ്പുറം 14,79,921, കോഴിക്കോട് 14,29,631, വയനാട് 14,62,423, വടകര 14,21,883, കണ്ണൂർ 13,58,368, കാസർഗോഡ് 14,52,230 എന്നിങ്ങനെയാണ് ഓരോ
മണ്ഡലങ്ങളിലെയും വോട്ടർമാരുടെ എണ്ണങ്ങൾ